വെൽക്കം ബാക്ക് ടു ഫാം ബൈ അഡ്വഞ്ചർ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഏകദേശം ഒരു മാസമായിട്ട് കിടക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഇതെല്ലാം മുളച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേസ്റ്റായി പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫാം ഒരു അഡ്വഞ്ചർ ഫാമായത് കാരണം ഇവിടെ പ്ലാന്റ് ചെയ്ത് നോക്കാം. എന്തായാലും വേസ്റ്റായി പോകുന്നതാണല്ലോ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റ് കുറച്ച് നടത്തിയിട്ട് ഇവിടെ എന്തൊക്കെ മുളയ്ക്കും, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്ലാനൊന്നുമില്ല. ഇത് ഏകദേശം കുറേ എണ്ണമുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 1 കിലോ വാങ്ങിയിട്ട് അതറിയാതെ അടിയിൽപ്പെട്ടിട്ട് അവിടെ കിടക്കണ്ടായിരുന്ന ഇതിൽ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന കട്ട് ചെയ്തിട്ടൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. 2-3 സ്ഥലത്തായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിന് ആ വീഡിയോസ് കണ്ടോന്നും ആലോചിക്കുന്നില്ല. ജസ്റ്റ് പ്ലാന്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിസൾട്ടിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. അപ്പോൾ ഇത് ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9 ഉരുളക്കിഴങ്ങാണുള്ളത്. അപ്പോൾ 9 വയ്ക്കാം. അപ്പോൾ ഈ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 4-5 എണ്ണം കൊള്ളും ഒരു സൈഡിൽ. അതുപോലെ ആ സൈഡിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സൈഡിൽ വെക്കുകയാണെങ്കിൽ, സൈഡിലെന്ന് പറഞ്ഞാൽ ഇതിന്ന് കുറച്ച് ദൂരത്തേക്ക് വയ്ക്കാം. ഇവിടെ വയ്ക്കാം, ഇവിടെ വെച്ച് കൊടുക്കാം. പിന്നെ ഉള്ളതൊരു സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. സ്വീറ്റ് പൊട്ടാറ്റോയിൽ ഇതിൽ മുളയൊന്നും വന്നിട്ടില്ല. അതിൽ ചെറുതായിട്ടൊരു മുള വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ പൊതുവേ നമ്മൾ കിഴങ്ങ് വെച്ച് അതിൽ വള്ളി വന്ന ശേഷം അത് കട്ട് ചെയ്ത് വെക്കലാണ് പതിവ്. അപ്പോൾ ഇതങ്ങനെ വെച്ച് നോക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഈ വേസ്റ്റായി പോകുന്ന വെജിറ്റബിൾസ് അതുകൊണ്ട് നമുക്ക് വല്ല ഉപയോഗം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഇഞ്ചിയുണ്ട്, അതുപോലെ 2 ചെറിയ ഉള്ളി കിടക്കുന്നുണ്ട്. ഇതിനകത്തൊന്നും കാണുന്നില്ല കേട്ടോ. ഇത് വരുമെന്നുള്ളത് അറിയില്ല, എന്നാലും വെച്ച് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചാണകം, ഈ ഭാഗത്തൂടെ മണ്ണ് മാത്രമേ ഉള്ളൂ, കുറച്ച് ചാണകം ഇട്ട് കൊടുക്കാം. ഈ സൈഡിൽ എവിടെയാണ് പ്ലാന്റ് ചെയ്യുന്നത് ചാണകം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിഴങ്ങ് ഈ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം ഫുള്ളായിട്ട്. അതിന് ശേഷം സ്വീറ്റ് പൊട്ടാറ്റോ ആ സൈഡിൽ വയ്ക്കാം. കാരണം വള്ളിയായിട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് പടരും. അപ്പോൾ അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പടരുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം കുറച്ച് ചാണകം ഇട്ട് ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം. കല്ല് വലുതുണ്ടെങ്കിൽ കിഴങ്ങിറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരുതരം ചീരയാണ്. അതുപോലെ ഇവിടെ തവിഴാമ ഇങ്ങനെ വന്നിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വളരുന്ന പല സംഭവങ്ങളും മാർക്കറ്റിൽ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതാണ്. പക്ഷേ ഇത് ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് വയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്. അത് എന്നാലും ആളുകൾക്ക് സംശയമാണ്. കാരണം ഇത് വൈഡ്ലി അവൈലബിൾ അല്ലാത്ത കാരണം ആളുകൾക്ക് ഇത് കഴിക്കാൻ സംശയമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇത് വയ്ക്കാറുണ്ട്. ഏകദേശം നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഭാഗത്തൂടെ ചെയ്യാം. കാരണം അതെല്ലാം കൂടെ ഒന്നിച്ച് വന്ന് ഇപ്പോൾ നല്ലോണം കൂടെ ഉരുളക്കിഴങ്ങ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളായിട്ട് തടയേണ്ട. ഇവിടെയും കുറച്ച് വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു എക്സ്പെരിമെൻ്റാണ്. ഒരു വർഷത്തോളം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും എന്ന് പറഞ്ഞ് ചെയ്യുന്നൊന്നുമല്ല. ഇതൊരു ആദ്യം
നമ്മൾ ആദ്യമായിട്ടൊരു കൃഷിക്കാരനായതുപോലെയാണ് ഞാൻ പെരുമാറുന്നത്. ജസ്റ്റ് പ്ലാന്റ് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് നോക്കുന്നു, അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മണ്ണ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇതിൽ വെച്ചിട്ടില്ല. ഇനി കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇതൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിക്കോളും. കുറച്ചിട്ടുണ്ട്, ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്പെസിഫിക് രീതിയൊന്നുമില്ല. ഇതിങ്ങനെ വെച്ചാൽ ഇത് വളരുമെന്ന് നോക്കുക എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വെച്ചാൽ വരില്ലെന്നൊക്കെ ചിലപ്പോൾ കമൻറ്റ് ചെയ്യായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിപ്പോൾ ഞാൻ തൽക്കാലം ആലോചിക്കുന്നില്ല. നമ്മൾ ഗാർഡനിങ് ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ റിസൾട്ട് കിട്ടണം, എന്നാലും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഗാർഡനിങ്ങിൻ്റെ ഏറ്റവും ഗാർഡനിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. നമ്മൾ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചെടികളുമായിട്ട്. ചിലപ്പോൾ റിസൾട്ട് കിട്ടിയേക്കാം, ചില സമയത്ത് റിസൾട്ട് കിട്ടാതിരിക്കാം. അത് രണ്ടാമത്തെ ഒരു കാര്യം. ഗാർഡനിങ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ മെത്തേഡൊന്നും ആലോചിക്കുന്നത് ഡയറക്റ്റ് ഇങ്ങനെ നമ്മൾ അകത്തേക്ക് കുഴിച്ചിടുകയാണ്. ഒരു മണ്ണ് ഇതുപോലെ വയ്ക്കാം. എന്തായാലും മുള കവർ ചെയ്യുന്നില്ല. എനിക്കൊന്ന് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇത് നല്ലോണം മുളച്ച് വരും. ഇതൊന്ന് കേടുവന്ന അവിടെ എങ്കിലും മുളയുണ്ട്. ഇനി ഈ സൈഡിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഭാഗത്താണ് ഇത് മുഴുവൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. അതിനനുസരിച്ചിട്ട് ഫ്യൂച്ചറിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് വെച്ചിട്ട് തന്നെ വരികയാണെങ്കിൽ നമ്മൾ ഈ ആളുകൾ പറയും ചിലപ്പോൾ എല്ല് കൂടി ഇടണം, അതിടണം, ഇതിടണം എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാമല്ലോ. കാരണം ഇപ്പോഴുള്ള എല്ലാത്തിലും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഡോളോമൈറ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാൻ പറയുന്നത്. ഇനി ഈ ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്, നമുക്കിവിടെ ആയിട്ട് ഇഞ്ചി വെച്ച് കൊടുക്കാം. ആദ്യമൊന്ന് ചെറുതായി ഇളക്കാം. ഇത് കുറച്ച് കല്ലുകളുണ്ട് ഇതിനുള്ളിൽ ഇതുപോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയേക്കാം. അത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇത് ഒരുപാട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി ചെയ്യേണ്ടി വരും. ഇത് മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ മുമ്പ് ചെറുതായിരിക്കുമ്പോഴാണ് ഇങ്ങനെ കളിച്ചിരിക്കുന്നത്. അത് കാരണം ജോലിക്കൊക്കെ പോയ ശേഷം ഇതുപോലെ കയ്യിൽ മണ്ണ് അധികം ആയിട്ടില്ല. എന്താ രസം. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ഇടുന്നില്ല. ഇത് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് ഒന്ന് വളർന്ന ശേഷം അടുത്ത ആഴ്ച വീണ്ടും എന്തായാലും ഇതിൻ്റെ അടിയിലൊന്ന് ചാണകപ്പൊടി വിതറി കൊടുക്കാം. അപ്പോൾ അതേപോലെ ഇതിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇതിലൊക്കെ ഏകദേശം വാടി ഇത് കണ്ടില്ലേ പോയതാണ്. ഇപ്പോൾ വാങ്ങിക്കുന്ന ഇഞ്ചി അല്ലെങ്കിലും അധികം നിൽക്കുന്നില്ല. പെട്ടെന്ന് ഇതിനകത്തൊരു കളർ മാറിയിട്ട് ഇതുപോലെ ആവുന്നുണ്ട്. എന്തായാലും വെച്ച് നോക്കാം, വരികയാണെങ്കിൽ വരട്ടെ അല്ലേ. ജഗതി ഒരു സിനിമയിൽ പറയുന്നുണ്ട്, മുതലാളി നോക്കിക്കുക, വരികയാണെങ്കിൽ വരട്ടെ, സന്തോഷം വരികയാണെങ്കിൽ വരട്ടെ എന്ന് പറയും. അതുപോലെ ഇത് മുളയ്ക്കുകയാണെങ്കിൽ മുളയ്ക്കട്ടെ. മുള ചെറുതായിട്ട് വിടാം. എന്തായാലും മഴ എന്തായാലും ഇപ്പോൾ കുറച്ചൊരു കുറവുണ്ട് ആണല്ലേ. അപ്പോൾ ഞാൻ മഴ ഒന്ന് ഒഴിഞ്ഞ സമയത്ത് വേഗം വന്നൊന്ന് പ്ലാന്റ് ചെയ്യണം. ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ഒരു 2-3 തവണ മഴ പെയ്തു. ഇതിപ്പോൾ വൈകുന്നേരം ഒരു 5-5:30 ആയി.
പിന്നെ നമുക്കുള്ളത് സ്വീറ്റ് പൊട്ടാറ്റോ മാത്രമേ ഉള്ളൂ. സ്വീറ്റ് പൊട്ടാറ്റോ ആ സൈഡിൽ വെച്ച് കൊടുക്കും. കാരണം ഇത് വളർന്നു കഴിഞ്ഞാൽ വീട്ടിലൊരിക്കൽ വളർന്നിട്ട് നല്ലോണം അങ്ങനെ എല്ലാവിടെയും പടരാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ വള്ളിയാണല്ലോ നമ്മൾ മുറിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുക. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇളക്കിയിട്ടുണ്ട്. ഇനി ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുക. ഈ മുള ഒന്ന് വന്ന ശേഷം അതിൻ്റെ വള്ളി പൊട്ടിച്ച് നമ്മൾ ലൈനായിട്ട് വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ കിഴങ്ങുണ്ടാവൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലോട്ട് അങ്ങോട്ടേക്ക് വെക്കോട്ടെ അല്ലേ. ഒരു സൈഡിലാണ് വെച്ചാൽ ഒരു കോർണറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ പല ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് ഇളക്കി ഒന്ന് ശരിയാക്കി ഫിക്സ് ചെയ്യാനുണ്ട്. ഇതുണ്ട്, ഇവിടെ മണ്ണില്ല. അപ്പോൾ കുറച്ച് മണ്ണെടുത്ത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ സൈഡിൽ അന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് മണ്ണ് കൂട്ടുക മാത്രമേ ചെയ്തുള്ളൂ, ഇങ്ങോട്ടേക്ക് ആക്കിയില്ല. പുല്ല് കണ്ടില്ലേ വളർന്നു നിൽക്കുന്നത്. ഇതിൻ്റെ വേര് നോക്കി. ഇങ്ങനെ പച്ചക്കറി ഉണ്ടാവുകയാണെങ്കിൽ സൗകര്യമായിരുന്നു. ഇത് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ. പശുവിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കഴിച്ച് പോയാൽ മതി. നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം ഇതൊന്നും ദഹിപ്പിക്കാൻ ശേഷിയുള്ളതല്ലല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കായിരുന്നു. ഇതെവിടെയുണ്ട്. ഇപ്പോൾ തന്നെ പറിച്ച് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്ത് ഇത് കണ്ടില്ലേ, ഒരു ചെറിയൊരു ഇത് വിട്ട് കഴിഞ്ഞാൽ ഇത്രയും ആവും. ഇവിടെ മുഴുവൻ പുല്ല. ഇതൊക്കെ ഇനി നമുക്ക് കോമ്പോസ്റ്റിനായിട്ട് കട്ട് ചെയ്യണം. ഞാൻ വേറൊരു കാര്യം ചെക്ക് ചെയ്തത്, ഈ കളകൾ എന്തുകൊണ്ടാണ് ഈ കീടങ്ങൾ കഴിക്കാത്തതെന്ന് ഞാൻ നോക്കിയ സമയത്ത് അതിൽ പറയുന്നത്, കളകളെന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ അതിൽ എന്തോ ഒരു കണ്ടൻറ്റ് ഉണ്ടാവും തോന്നും. അതായത് ഇതിന് കഴിക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം അതിലുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും പുല്ല് ഇവിടെ നിന്നിട്ടും നമ്മൾ വെജിറ്റബിൾ പ്ലാന്റോ അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റോ വെച്ച് അതിൻ്റെ ഇലകൾ കഴിക്കുന്നതും ബാക്കിയുള്ള പുല്ലിൽ ഈ പുല്ലുകൾ നോക്കി, ഇവിടെ നിൽക്കുന്ന പുല്ല് നോക്കി, ഇതിൽ എന്തെങ്കിലും കേടുണ്ടോ? ഇത്ര ക്ലീനായി നിൽക്കുന്നത് കണ്ട. പുൽച്ചാടി എന്ന് പേരേ ഉള്ളൂ. പുൽച്ചാടി കഴിക്കുന്നത് നമ്മൾ വെക്കുന്ന പ്ലാന്റ്സാണ്. അതായത് ടെൻഡറായിട്ടുള്ള പെട്ടെന്ന് ദഹിപ്പിക്കാൻ പറ്റുന്ന ലീവ്സാണ് അത് കഴിക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പുല്ലിൽ ഒരു കേട് പോലും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ രാത്രി എന്തായാലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ ഏകദേശം ഒരു 4 മണിക്ക് നല്ലോണം മഴ പെയ്തതാണ്. അതിന് ശേഷം ഇപ്പോൾ ഒരു 5:30 ഇപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഈ ടൂൾ എന്തായാലും നല്ല യൂസ്ഫുള്ളാണ്. ഗാർഡനിങ് ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണത്. നല്ല ഉപയോഗമുണ്ട്. ഞാൻ കുറേ തൂമ്പയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി. ഇതിപ്പോൾ ഈയിടെ വാങ്ങിയതാണ്. പലരുടെയും വീട്ടിലുണ്ടാവും. അതായത് കൊള്ളാം. നമ്മൾ ഈ സൈഡിലൊരു വലിയൊരു കുഴി പോലെ ഉണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്ത്. ഇനി അടുത്ത കാര്യം എന്തിവിടെ വെക്കണം എന്നുള്ളത് ആലോചിച്ചിട്ടില്ല, നോക്കിയിട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വീടില്ലാത്തതുകൊണ്ടേ ഇവിടെ ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ വെക്കാനേ വഴിയുള്ളൂ. കാരണം ഇവിടെ മതിലുള്ളതുകൊണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്ന സംഭവങ്ങളൊന്നും ഇവിടെ വരില്ല. മുള്ളപ്പന്നി, കാട്ടുപന്നി ഇതൊന്നും വരില്ല. ഈ താഴെയൊക്കെ വരാറുണ്ട്, പക്ഷേ ഇവിടെ മതിലുള്ള കാരണം ഇങ്ങോട്ട് വരില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. ഇവിടെ മെയിനായിട്ടുള്ളത് ഞാൻ ഇവിടെ കാണുന്നത് മയിലാണ്. അപ്പോൾ മയിൽ പച്ചക്കറികൾ അതിൻ്റെ തലപ്പും, അതായത് തുള്ളിൽ വരുന്ന അതാ കഴിക്കാറ്. പിന്നെ അതുപോലെ തന്നെ മുളക് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ അതാണ് കണ്ടിട്ടുള്ളത്. വീട്ടിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അവിടെയുണ്ട്.
അപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ വെച്ചാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ചേനയോ അല്ലെങ്കിൽ കപ്പയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. കപ്പ എന്തായാലും ഇതിനകത്ത് വയ്ക്കുന്നില്ല. കപ്പ പുറത്ത് വല്ലവിടെയും വയ്ക്കാം, കാരണം കപ്പയുടെ ഇലയൊന്നും ഒന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ കപ്പ വേറെ വെളിയിൽ ഈ ബെഡ് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനപ്പുറം കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു നീളത്തിലൊരു വരമ്പെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കപ്പ വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി പുല്ല് നല്ലോണം വളർന്നു, എൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സിന് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ പെട്ടു. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ 3 ബെഡുണ്ട്, അതിൽ ഫില്ല് ചെയ്യണം. അതിലെന്തായാലും മണ്ണില്ല. അപ്പോൾ അതിൽ ഈ ഇങ്ങനെ വരുന്ന കളകൾ കട്ട് ചെയ്ത് ഇതിനകത്ത് ഫില്ല് ചെയ്യണം. എന്നിട്ട് എനിക്ക് തോന്നുന്നൊരു 5-6 മാസത്തിനുള്ളിൽ നല്ലൊരു വളമായി മാറും, കോമ്പോസ്റ്റായിട്ട് മാറും. അതിൽ വളർത്തിയിട്ടില്ല കാര്യമുള്ളൂ. അല്ലാതെ കുറേ കെമിക്കൽസ് ഇട്ടിട്ട് വെജിറ്റബിൾസ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്നതിനേക്കാളും ഭേദം വെളിയിൽ പോയി വാങ്ങിക്കുന്നതാണല്ലോ. ഇത് നോക്കി, ഇതിൻ്റെ ഹൈറ്റ് നോക്കി. ഇതിപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഏകദേശം ഒരു ഈ പുല്ല് ഏകദേശം ഒരു 4 അടിയോളം വളർന്നുണ്ട്. എൻ്റെ തെങ്ങ് ഇതിനകത്ത് മൂടിപ്പോയി. ഇത് കണ്ടോ തെങ്ങ്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ശനിയാഴ്ചയാണ് ആൾ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കട്ട് ചെയ്തിട്ട് അന്ന് ഞാൻ കോമ്പോസ്റ്റ് ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാനത് പറഞ്ഞില്ലേ, ഇതൊരു പരീക്ഷണമാണ്, അല്ലാതെ പ്രൊഫഷണൽ ഫാർമറൊന്നുമല്ല. അപ്പോൾ പരീക്ഷിച്ച് ഏകദേശം 1 വർഷത്തോളം നമ്മൾ പല സംഭവങ്ങൾ വെച്ച് അതിൽ നിന്നുള്ള റിസൾട്ടിനനുസരിച്ചിട്ട് അടുത്തത് പ്ലാൻ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കുറേ വെജിറ്റബിൾസ് മഴ തുടങ്ങിയ സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി, അടുത്തതിലിടാം. ഓക്കെ, ബൈ.